നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നമുക്ക് എന്നാ നോക്കിയാലോ. അപ്പം ഇതാണ് നമ്മളെ സാധനം. അപ്പം ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നെല്ലാം ഒരു സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് അൺബോക്സ് ചെയ്യാൻ ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ. ആ ആകാംക്ഷ വെച്ചിട്ട് ഞാനിത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിത് നോക്കാം. നമുക്കിത് പൊട്ടിച്ച് നോക്കട്ടോ. പൊട്ടിച്ച് നോക്കണ്ട, ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണിക്കാം. ഇതാണ് സാധനം. ഇതെന്നാ വെച്ചാൽ വോൾ സ്റ്റിക്കറാണ്. ഇത് ഞാൻ മേടിച്ചത് കിച്ചൺ കബോർഡിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കിച്ചൺ കബോർഡിൻ്റെ പെയിൻ്റൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പം കബോർഡിന് ഒട്ടിക്കാവുന്ന രീതിയിൽ മേടിച്ചതാണ്. ഇതൊരു പേപ്പർ ടെക്സ്ചറാണ് വരുന്നത്. ഇതിൻ്റെ 2 കളറാണ് ഞാൻ മേടിച്ചത്, ഗ്രേയും ബ്ലാക്കും. ഇതിൻ്റെ പല കളർ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് അധികം ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല. പേപ്പർ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ നോക്കിയാലോ. രണ്ടാമത്തെ കളർ ബ്ലാക്കാണിത്. ഇത് ഏകദേശം ഒരു 1000 രൂപയുടെ അടുത്ത് രണ്ടിനും കൂടി എനിക്ക് ആയിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് 3 റോളും ഗ്രേ 2 റോളുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഗ്രേയുടെ സൈസ്, അതായത് ആ റോളിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കുറച്ച് വലുതാണ്. ഇതിൻ്റെ കുറച്ച് ചെറുതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ തന്നെ പല ഡിസൈനിലെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് ഞാൻ കിച്ചൺ കബോർഡിന് ഒട്ടിച്ചിട്ടുള്ള ആഫ്റ്ററും ബിഫോറും വീഡിയോയിൽ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും. ടാറ്റാ. സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുന്നേ എൻ്റെ കിച്ചൻ്റെ വ്യൂ ആണ് ഇത്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് കുറച്ച് കളർ അധികം പോയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും ഹെൽപ്പോട് കൂടി മാത്രം ഒട്ടിക്കാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് 2 ദിവസം പിടിച്ചു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.